ഇപ്പോൾ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നത്. പലപ്പോഴും ഈ ശബ്ദരേഖയിലായാലും മൊഴികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോഴായാലും രാഹുലിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ അത്രത്തോളം ആത്മവിശ്വാസം മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ മെഡിക്കലി എന്ത് തെളിവാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം തിരിച്ച അഭിഭാഷകൻ ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നത്, അത് കൃത്യമായി അടിസ്ഥാനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നീക്കങ്ങൾ നടന്നിട്ടുണ്ട്? ഈ ഡോക്ടറിന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പൂജ ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അതിനു മുൻപ് ഈ പരാതിയിൽ ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ഉതകുന്ന തെളിവുകൾ പരമാവധി അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, പാലക്കാട് ജനപ്രതിനിധിയാണ്. അപ്പോൾ പാലക്കാട് അയാൾക്ക് പിന്തുണയുള്ള വലിയൊരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് ഈ ക്രൈം നടന്നിട്ടുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ച് റേപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള തെളിവുകൾ അവിടെ കണ്ടെത്താൻ പറ്റുന്ന സാക്ഷികൾ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയതായും അല്ലെങ്കിൽ പെൺകുട്ടി അവിടെ കൊണ്ടുവന്നതായും ഒക്കെയുള്ള തെളിവുകൾ, സാക്ഷിമൊഴികളൊക്കെ വേണ്ടുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തെളിവുകളും CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ കിട്ടുമോ എന്നുള്ള സാധ്യതകളും, ഒപ്പം തന്നെ ഏതെങ്കിലും സാക്ഷികൾ അവിടെ ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്തി എത്രയും പെട്ടെന്ന് മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. കാരണം ഇതില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, അട്ടിമറികളൊക്കെ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും ഈ പരിശോധനകൾ, കാരണം യുവതി താമസിച്ച ഫ്ളാറ്റിലെത്തി വിരലടയാള വിദഗ്ധരടക്കം, അതായത് ഫോറൻസിക് പരിശോധന അടക്കം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാർപ്പിട സമുച്ചയത്തിന്റെ അവിടെ താമസിക്കുന്നവരുടെ സ്വകാര്യതയൊക്കെ സൂക്ഷിക്കേണ്ടതുകൊണ്ടാണ് അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്താത്തതും കാണിക്കാത്തതും. പക്ഷേ അവിടെ ശാസ്ത്രീയമായ എല്ലാ പരിശോധനകളും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് ആ കാര്യങ്ങൾ നടന്നിട്ടാണ് ഇനി മൊഴിയടക്കമുള്ളവ രേഖപ്പെടുത്തുക. ഏതായാലും മറ്റൊരു കാര്യം, ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ അപകീർത്തികരമായ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രീതിയിലൊക്കെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ രാഹുലിന് വേണ്ടി, പ്രതിക്ക് വേണ്ടി ചില ആൾക്കാർ വളരെ ബോധപൂർവം നടത്തുന്നതാണ്, ആസൂത്രിതമായി നടത്തുന്നതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിവരം. ഇത് സംബന്ധിച്ച് പെൺകുട്ടി ചില പരാതികൾ അന്വേഷണ സംഘത്തോട് ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പരാമർശങ്ങൾ, അത്തരം പ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങൾ നടത്തുന്ന ചില പ്രൊഫൈലുകൾ അന്വേഷണ സംഘവും സൈബർ വിങ്ങും നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ സമാന്തരമായി അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. അപ്പോൾ ആ പരാതിയെ അത്രത്തോളം ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിന്റെ ആദ്യ പ്രാരംഭ നടപടികൾ തുടങ്ങുന്നതിനിടയിൽ തിരുവനന്തപുരത്ത് എത്തി വക്കാലത്ത് ഒപ്പിട്ടതൊക്കെ അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോയത്? അപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് അടക്കം, പിന്നീട് തമിഴ്നാട്ടിലെ റോഡുകൾ സുരക്ഷിതമാണ്, അങ്ങനെ കോയമ്പത്തൂരിലേക്ക് എത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ അനുമാനം. കാരണം കോയമ്പത്തൂരാണ് പാലക്കാടുമായി അടുത്തുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഈ പാലക്കാട് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള സ്വാധീന ശേഷി അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഹൈഡ് ചെയ്യാൻ പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലങ്ങൾ നേരത്തെ ഒരുക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അനുമാനം. അപ്പോൾ ഇതറിയാവുന്ന ചില സുഹൃത്തുക്കളും ബന്ധുക്കളും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അവരെ കണ്ടെത്തി ചോദ്യം ചെയ്ത് ആ ഹൈഡിംഗ് മേഖല ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ADGP കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രാഥമികമായ പരിഗണന നൽകുന്നത്.